പോലീസ് കംപ്ലൈന്റിൽ വരെ പേര് വന്ന ഡേറ്റ്സ് മണിയാ കിടക്കണ. ഉറക്കപ്പിച്ചിലാട്ടോ, ഉറങ്ങാണ് ആള്. ഒരിച്ചിരി പേടിച്ച് ഇച്ചിരിയോ അല്ല നല്ലോണം എന്താ കാര്യം നമ്മൾ പറയാട്ടാ. ആക്ച്വലി ഇന്ന് ഞങ്ങൾക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. പോലീസ് കംപ്ലൈന്റിന് കൊടുക്കാൻ വേണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ വരെ പോണ്ടി വന്നുട്ടാ. അമ്പലം വരെ പോലീസ് സ്റ്റേഷനിൽ അതെ ഇപ്പൊ വന്നു. അന്ന് കഴിഞ്ഞ് മമ്മുണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അമ്പുട്ടിയുടെ കൂടെ കിടക്കണം. അതെ. ഇപ്പൊ എന്താ കാര്യം എന്ന് ഞാൻ പറയാം. ആക്ച്വലി ഈ വീഡിയോ ഇടണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ ഇടുന്നതാ നല്ലതെന്ന് തോന്നിയിട്ട് അതുകൊണ്ട് പറയാം. ഇരിക്കണ്ട. കാരണം ഇത് ബാക്കിയുള്ളവർക്കും ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് മാറട്ടെ. അതെ. ഉണ്ടായത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിമ്മിയും അച്ഛനും സാധാരണ പോലെ നടക്കാൻ പോയതാ. ജയിച്ചു. ഡേച്ചുവിനെ കൂട്ടിയിട്ട് ഉം. ഒരു ഭാഗ്യത്തിന് അച്ഛനും കൂടെ പോയി. അതെ. നടക്കാൻ പോയപ്പോ ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ ജോലി ചെയ്യും, അവിടുത്തെ പണിയൊക്കെ നോക്കുന്ന ഒരാള് നിമ്മയുടെ അടുത്ത് കയറി അവിടെ നായക്കുട്ടി വന്ന റോഡിലൂടെ കൊണ്ടുവരരുത്. അത് പബ്ലിക് റോഡാണ്, എല്ലാ സ്കൂളിന്റെ റോഡല്ല. അയാളെ അടുത്ത് നായ്ക്കളെ കൊണ്ടുവരാൻ പറഞ്ഞ് ഇവിടെ മുഴുവൻ വൃത്തികേടാക്കുന്ന നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ബഹളത്തിന്റെ ഇടയിൽ അയാള് ചെറുതായിട്ട് വീഡിയോ എടുത്തു നിമ്മയുടെ. നിമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നിമ്മ ആദ്യം അയാളോട് അത് നിർത്താൻ പറഞ്ഞു. അയാൾ നിർത്തിയില്ല. നിമ്മ കയറിയിട്ട് ആ ക്യാമറയുടെ ലെൻസ് മറിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അയാൾ കയറി കൈ കടിച്ചു. അവിടുന്ന് കുറച്ച് ചൂടായി. അപ്പോഴേക്കും അച്ഛൻ നടന്ന് കുറച്ച് ബാക്കിലായിരുന്നു. അച്ഛൻ അപ്പോഴേക്കും നടന്നു വന്നപ്പോ അവനും ഇപ്പൊ എന്താ ചെയ്യേണ്ടത് അറിയാത്തൊരു അവസ്ഥയിലായി. ഇവളും ഒറ്റയ്ക്കാണെന്നാണ് അവൻ വിചാരിച്ചെടുത്തെന്ന് തോന്നുന്നു, അറിയില്ല. അത് കഴിഞ്ഞ് സംഭവം ഇതൊക്കെ കുറച്ചൊന്ന് വഷളായി. അടിപിടി പരിപാടിയിലേക്കൊക്കെ എത്തി. ഹാൻഡ്ലിംഗ് അല്ല, ഇവളുടെ കൈ പിടിച്ച് ഇതാക്കിയതല്ലാതെ വേറൊരു ദേഹത്തോട്ടുള്ള കളി ഉണ്ടായില്ല. അല്ല, നമ്മളുടെ സമ്മതം അല്ലാണ്ട് ഒരാൾ നമ്മളെ തൊടാനോ വീഡിയോ എടുക്കാനോ ഒന്നും പാടില്ല. സംഭവം ഫോട്ടോയും കാര്യങ്ങളും എനിക്ക് അയച്ചു തന്നപ്പോ ഞാൻ ഓൾറെഡി ഇതേ കാര്യത്തിന്റെ മുകളിൽ, അതായത് ഡേയ്സൂനോ അല്ലെങ്കിൽ വേറെ നായ്ക്കുട്ടികളെയോ അവിടെ നടത്താൻ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള പേരിൽ ഞാനൊരു 3 ആഴ്ച മുന്നേ തല്ലുകൂടി ഉണ്ടായിരുന്നു അവരോട്. അന്ന് പക്ഷേ ഈ പറഞ്ഞ പോലെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുക, അങ്ങനെ നീ കൊടുക്കണം, പോലീസായിട്ട് വരട്ടെ, അപ്പൊ ഞങ്ങൾ സംസാരിക്കാം എന്നുള്ള രീതിയിൽ അവനോട് പറഞ്ഞപ്പോ അതങ്ങനെ ഒതുങ്ങി പോയതായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് വീണ്ടും ഇന്നലെ ഇതായപ്പോ അവനറിയില്ലായിരുന്നു നിമ എന്റെ ഭാര്യ എന്നുള്ളതും. ഞാൻ വന്നു, ഞാൻ കോൾ ചെയ്തപ്പോ അവനോട് അങ്ങോട്ട് വരാൻ വന്നപ്പോ അവൻ വരാൻ വയ്യായിരുന്നു. ഞാൻ പറഞ്ഞു നീ വന്നേ പറ്റൂ, വരാതെ നടക്കില്ല. ഞാൻ നിന്റെ അടുത്ത് നീ ആരുടെ ചോദിച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യണം, എന്റെ ഭാര്യയുടെ കൈ കയറി പിടിക്കാൻ നീ ആരാന്നുള്ളത് ചോദിച്ചപ്പോഴും അവന് ഉത്തരവില്ല. അവസാനം അവനെ കുറച്ചു നേരം കാത്തൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പോലീസിനെ വിളിച്ചു. പറഞ്ഞു, എനിക്ക് പരിചയമുള്ള 2 പേരുണ്ടായിരുന്നു, അവരെയും വിളിച്ച് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ പോയി അവിടെ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്തു. കംപ്ലൈന്റ് എഴുതി കൊടുത്തപ്പോൾ ഡേച്ചിയുടെ പേരും അതിൽ ഞങ്ങൾ വിടാതെ എഴുതി. അഥവാ അച്ഛനും അമ്മയും ജയിലിൽ കയറാണ് ഡേച്ചുവിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ 3 പേരും കൂടെ അവിടെ സെറ്റ് ആക്കാന്ന് വിചാരിച്ചു അവളുടെ പേര് എഴുതി. അവളുടെ റീസൺ അവളായോണ്ട് നമുക്ക് എഴുതിയേ പറ്റുള്ളൂ, അതുകൊണ്ട് എഴുതിയതാണ്. പിന്നെ അവിടെ പരിചയമുള്ള ആൾക്കാരും എല്ലാം ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ കുറച്ച് എളുപ്പമായി. അവനെ വിളിച്ചു, കാര്യങ്ങൾ വൃത്തിയായിട്ട് പറഞ്ഞു. ഞങ്ങളുടെ കൺസേൺ ഞങ്ങൾ പറഞ്ഞു. അവൻ്റെ ഞാൻ മൊബൈൽ മേടിച്ച ഇത് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ പരിപാടി മുഴുവൻ ഡിലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വേറെന്താ ഇതൊക്കെ പരിപാടിയൊക്കെ ആയി. അവൻ അച്ഛനോടും നിമോടും ക്ഷമാപണം ഒക്കെ നടത്തി ഞങ്ങൾ പോന്നു. ഇതിൽ പറയാനുള്ള കാര്യം, ഇതുപോലെ ഒരു പെൺകുട്ടിയും ഒരാളും വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാ സ്ത്രീകളും മനസ്സിലാക്കുക. എന്ത് തന്നെ സാഹചര്യം ആയിക്കോട്ടെ, വേറൊരാളോ അല്ലെങ്കിൽ വേറൊരു കാരണം ഇല്ലാതെയോ ഇങ്ങനെ ഒരു ഡയറക്റ്റ് കയറി വീഡിയോ എടുക്കുന്നത് തെറ്റ് തന്നെയാണ്. അതും ഡിജിറ്റൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതെല്ലാവരും മനസ്സിലാക്കുക. നാളെ നിങ്ങൾ ആരെങ്കിലും വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക ചെയ്തു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ അത് വോയിസ് റേസ് ചെയ്ത് ആ സംഭവം ഒരു ഇഷ്യൂ ആക്കണം. അതുപോലെ തന്നെ ആ ഫോട്ടോസോ വീഡിയോസോ എന്താണെന്ന് വെച്ചാൽ ഡിലീറ്റ് ചെയ്യുക. അതിനൊരു മടിയും വിചാരിക്കരുത്. കാരണം നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അത് പേടിച്ചിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ അത് കൂടുതൽ ചെയ്യും. നിങ്ങളോട് ചെയ്തപ്പോൾ നിങ്ങൾ പേടിച്ചു മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞാൽ നാളെ അത് വീണ്ടും ചെയ്യും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 2, ഈ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് മാനക്കേടാണ്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് നാട്ടുകാർ കണ്ടെന്ന് വിചാരിച്ചു ഒരു തേങ്ങയും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ പോയേ തീരു, പോവണം, പോവാതിരിക്കരുത്. ആക്ച്വലി നമ്മൾ ഇത് കേസ് പ്രൊസീഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാ പോയത്. പക്ഷേ സ്കൂളിന്റെ ആൾക്കാരും അതിന്റെ ലീഡേഴ്സും ഇവരൊക്കെ ഞങ്ങൾക്ക് പരിചയമുള്ളവരാണെന്നുള്ളത് മാത്രമല്ല അവർ അപ്പോളജൈസ് ചെയ്തു. അതുപോലെ അപ്പോളജൈസ് ചെയ്തു. അതുപോലെ അവന് കിട്ടേണ്ടത് കിട്ടുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളും ആക്ഷൻസ് എടുത്തുകൊണ്ട് മാത്രം അവരുടെ മുകളിൽ ഒരു ആക്ഷൻ എടുക്കാതെ ഇതായി. പിന്നെ 2, അവനും ജെനുവിൻലി അപ്പോളജൈസ് ചെയ്തു. അവൻ പറഞ്ഞു ചെയ്തു പോയത് തെറ്റാണ്, അപ്പത്തെ ദേശത്തിൽ ഉണ്ടായതാണ്, ഇങ്ങനെ ആൾക്കാർ വന്നപ്പോൾ. ഞാൻ പറഞ്ഞു അതിന് തെളിവോ ഇതോ ഇല്ലാതെ ആരെങ്കിലും ചെയ്തതിന് ബാക്കിയുള്ളവരല്ല കുറ്റപ്പെടുത്തേണ്ടതും. അവരുടെ വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ പാടില്ല എന്നുള്ളത് ഒരു വലിയൊരു പാടായി. അവൻ ഇന്നലെ പബ്ലിക് റോഡിൽ നമ്മൾ നടക്കാൻ പാടില്ല, അവരുടെ ഒരു കൺസെന്റ് ഇല്ലാതെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഉള്ളിലും ആരെയും പ്രത്യേകിച്ച് പെറ്റ്സിനെ കൂട്ടിയിട്ട് പോകുന്നത്. എന്ത് ചെയ്യുകയാണെങ്കിലും അത് വിഷയമല്ല. പക്ഷെ അതുപോലെ നമ്മൾ അത് വൃത്തിയാക്കാനോ ഇതിന്റെ മുൻകൈ എടുത്ത് അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കണം. പെറ്റ്സിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ ചിലവരുണ്ട് അട്രോസിറ്റീസ് കാരണം എടുക്കുന്നത്, അതൊരു തെളിവായിട്ട് എടുക്കുന്നതായതുകൊണ്ട് അത് പരിഗണിക്കപ്പെടും. ഇപ്പൊ ഒരു സ്ത്രീ നിങ്ങളെ മുകളിൽ എന്തെങ്കിലും ഒരു ആരോപണം ചെയ്ത് അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു കൃത്യം ചെയ്യുന്നത് വീഡിയോ എടുക്കുന്നത്, അത് ശരിക്കും ഒരു സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് ഒരു പ്രൂഫിനായിട്ട് എടുക്കുന്നതാണ്. അത് വിഷയമാവില്ല. പക്ഷെ അതല്ലാതെ ബസ് സ്റ്റോപ്പിലോ നടന്നു ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ചോദ്യം ചെയ്യുക. പിന്നെ ഫേക്ക് ആയിട്ട് ലേഡീസ് ഫെയിമിന് വേണ്ടി ചെയ്യുന്നത് അത്
ടോട്ടലി ഡിഫറെന്റ്. അതെ. ഇത് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് ടോട്ടലി ഡിഫറെന്റ് അതെ. ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട, ഡിബേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളൂ. സോ അതല്ല ഉദ്ദേശിച്ചത്. എന്നാലും എന്റെ ഭാര്യയ്ക്ക് കുറച്ച് ധൈര്യം കൂടുതലും ഇതുള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അത് രക്ഷപ്പെട്ടു. കാരണം അവളും അതേപോലെ തന്നെ അവന്റെയും ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചുകൊണ്ട് എനിക്ക് സംഭവം പെട്ടെന്ന് മനസ്സിലായി. എനിക്ക് ആരാന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. അല്ലാന്നുണ്ടെങ്കിൽ ഒരാളെ ഈ ഒരു അവസ്ഥയിൽ, അതും ബാംഗ്ലൂർ പോലെ ഒരു സ്ഥലത്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ അതെ. അതൊക്കെ ആ ചൂടോട് കൂടി അപ്പപ്പോ ചെയ്യണം. പിന്നേക്കെന്ന് പറഞ്ഞാൽ വെക്കരുത് ഇങ്ങനത്തെ അവസ്ഥ. ഇത് കാണുന്ന എല്ലാ സ്ത്രീകളോടും കേട്ടോ മെയിൻ ആയിട്ട് പറയുന്നത്. നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് പേടിച്ച് മാറിയോണ്ട് മാത്രം പറ്റിപ്പോകുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അതെ. പേടിച്ച് മാറാതിരിക്കുക ഇങ്ങനത്തെ വിഷയങ്ങളിൽ. ഇതിന് നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സംഭവം നാളേക്ക് എന്നുള്ള പോലെ എടുത്ത് വെക്കാതിരിക്കുക. അത്രേ ഉള്ളൂ. അതെ. അങ്ങനെ ഡേച്ചുക്കുട്ടിയുടെ പേരും പോലീസ് കംപ്ലൈന്റിൽ ഞങ്ങൾ മെൻഷൻ ചെയ്തു. ഫേമസ് ആയി. ഡേച്ചു 6 വയസ്സാണ്. ഡേച്ചു 6 വയസ്സായി ഡേച്ചുവിന്. എന്നിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒച്ചയും അച്ഛനും അവനും എല്ലാം കൂടെ ഒച്ചബഹളം ഇതൊക്കെ ആയിട്ട് കുട്ടി ഒന്ന് ചെറുതായി പേടിച്ചു. അത് അവൾക്ക് അധികം സൗണ്ട് റേസ് ചെയ്യണത് അവൾക്ക് ഭയങ്കര പേടിയാണ്. അയാൾ ഫസ്റ്റ് സംസാരിക്കാൻ വന്നപ്പോൾ അയാളോട് അവള് ബൗ പറഞ്ഞെങ്കിലും അയാൾ നിർത്തണില്ല. അയാൾ റേസ് പിന്നെ എന്റെ കയ്യിലൊക്കെ കയറി പിടിച്ചപ്പോ ഇവളാകെ ഭയങ്കര റെസ്ലെസ് ആയി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതിന്റെ മുകളിൽ റെസ്ലെസ് ആവുകയും അതെ, ചെയ്തു. ഭയങ്കരമായിട്ടൊന്ന് പേടിച്ചു എന്റെ കുട്ടി. അതെ. ഇനി ഒന്ന് ഉറപ്പ് വരുത്തി ഇതോടുകൂടി ഡേച്ചു അതുപോലെ തന്നെ 10-40 പേര് അവിടെ ഡോഗ് വാക്കിങ്ങിന് കൊണ്ടുവന്ന ഒരു പബ്ലിക് റോഡാണത്. ഇതിൽ ആർക്കും പ്രശ്നം വരാത്ത രീതിയിൽ തന്നെ നമ്മൾ അവിടെ കംപ്ലൈന്റ് ഇതാക്കി അവനും ഇതും പറഞ്ഞു. ഇനി അവർ ഇതിൽ ഇടപെടില്ല എന്നുള്ള വാക്കും തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കാരണം കൊണ്ട് എല്ലാവർക്കും അതൊരു നല്ല കാര്യമായി മാറി. ഇത് അത്ര നല്ലൊരു പരിപാടിയൊന്നുമല്ല. പ്രത്യേകിച്ച് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ളൊരു സംഭവത്തിൽ ആരെങ്കിലും ഫോട്ടോ വീഡിയോ അങ്ങനത്തെ പെടുമ്പോഴേ ഇത് എങ്ങനെ വേണമെങ്കിൽ മിസ്യൂസ് ചെയ്യാൻ പറ്റും. അതെ. അതൊക്കെ അപ്പൊ തന്നെ പിടിച്ചത് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള വകുപ്പ് നമ്മൾ തന്നെ കാണണം എപ്പോഴും. അതെ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഫ്രം ഡേച്ചു ആൻഡ് ഫാമിലി.